ദൈവത്തിന് സ്തോത്രം. നമുക്കെല്ലാവർക്കും ഈ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ പിന്നെയും ഒരുമിച്ച് പിതാവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നാം ആരും ഇതുവരെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തികഞ്ഞവരായി തീർന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും നമ്മളെ ഇവിടെ ശേഷിപ്പിച്ചിരിക്കുന്നത്. നാം തികഞ്ഞവരായി തീർന്നാൽ ദൈവം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തി തികഞ്ഞാൽ ദൈവം നമ്മളെ ഇവിടുന്ന് മാറ്റും. നാം ആരും അങ്ങനെ ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെയും അപ്പോസ്തലനായ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ ദീർഘക്ഷമയെ നമുക്കും രക്ഷയെന്ന് വിചാരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. തെറ്റി ബ്രദറെ, ഞാൻ വായിക്കാം. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. നമ്മൾ ആരും എന്നെ കല്ലെറിയരുത്. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. സത്യമല്ല, നമ്മൾ വായിക്കുന്നത് ശരിയാണെങ്കിൽ പോലും അതിൻ്റെ എന്താണോ ആശയം, ആ ആശയം ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണം, പശുവെ കിളി പിടിച്ചു എന്ന് വിചാരിക്കുക. ഒരു വാക്ക് പശുവെ കിളി പിടിച്ചു കേൾക്കുന്ന നമുക്കെന്താ തോന്നുന്നത്? അയ്യോടാ, പശുവിനെ കിളി പിടിച്ചോ? വായിച്ച തെറ്റൊന്നുമില്ല. പശുവെ കിളി പിടിച്ചു, പശുവെ കിളി പിടിച്ചു. യഥാർത്ഥത്തിൽ എങ്ങനെ ആയിരുന്നു വായിക്കേണ്ടത്? പശു വെകിളി പിടിച്ചു. അപ്പോൾ വ്യക്തമാണ്. നിങ്ങൾക്ക് എന്നോട് നീരസം തോന്നിയാലും എനിക്ക് വിരോധമില്ല. കാരണം ഇങ്ങനെയാണ് നമ്മൾ ശീലിക്കേണ്ടത്. ഏത് കാര്യം വായിക്കുമ്പോഴും അക്ഷര അഭ്യാസം നമുക്ക് ലഭിച്ചതിനനുസൃതമായി നമ്മളിങ്ങനെ വായിക്കണം. അങ്ങനെ വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഇവിടെ വായിച്ച് എഴുതിയിരിക്കുന്ന കാര്യം, മറ്റ് പല വാക്കുകളാലും അവരെ പ്രബോധിപ്പിച്ചു. ആ പ്രബോധിപ്പിച്ച വാക്കുകൾ ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പല വാക്കുകളാലും പ്രബോധിപ്പിച്ചു. പക്ഷേ ആ വാക്കുകൾ എന്തൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ആ വാക്കുകളുടെ ടോട്ടൽ സമ്മറി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ അതിൻ്റെ ഒരു പൊതു ആശയം, ആ പ്രബോധിപ്പിച്ച വാക്കുകളുടെ പൊതുവായ കാര്യം എന്തായിരുന്നു, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പല വാക്കുകളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അത് എന്താണ് പറഞ്ഞതെന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. ഇതിന്നേക്ക് ഏകദേശം ഒരു 2000 കൊല്ലം ആയില്ല, 10-25 കൊല്ലം കൊണ്ട്. എന്നാലും ഒരു ഏകദേശം 2000 കൊല്ലത്തിനപ്പുറത്ത് എഴുതിയ കാര്യമായത്. അന്ന് പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. നമ്മളൊരു 50 കൊല്ലം പുറകിലേക്ക് നോക്കുക, ഇപ്പോഴും നോക്കുക. എന്നിട്ട് നമ്മുടെ ഈ സമൂഹത്തിലും
നമ്മുടെ രാജ്യത്തിലും ലോകത്തിലും എന്തെല്ലാം മാറ്റങ്ങൾ വന്നുവെന്ന് നാം വിലയിരുത്തുക. ആ മാറ്റങ്ങളിൽ പലതും എനിക്കിവിടെ നിന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളും സംഭവിച്ചു. നമുക്കറിയാം. എനിക്ക് വിശദീകരണം തരാതെ ഞാൻ വിശദീകരണം തരാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ 2000 കൊല്ലം മുമ്പ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അങ്ങനെ ആണെങ്കിൽ ഇന്ന് ഈ അപ്പോസ്തലൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര ശക്തമായിട്ട് ഈ ഭാഷയൊന്നും ആയിരിക്കത്തില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു ആ സഹോദരൻ ഉപയോഗിക്കുന്നത്. വളരെ ശക്തമായി പറയുമായിരുന്നു. ഈ തലമുറ യേശുക്രിസ്തുവും ആ യേശുവിൻ്റെ കാലത്തുള്ള തലമുറയെക്കുറിച്ച് പലതും പറയുണ്ടായി. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ തലമുറയിൽ നിന്നുള്ള രക്ഷയെക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അവരെ പ്രബോധിപ്പിച്ചത് ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും. ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ഭാവനയാണ്, കഥയല്ല, ഒരു ഭാവന. ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന് അങ്ങ് മുകളിൽ ചെന്നപ്പോൾ ആ എൻട്രൻസിൻ്റെ ഒരു ദൂതൻ നിൽപ്പുണ്ട്. അപ്പോൾ ഇവൻ്റെ ചീട്ടൊക്കെ നോക്കി ഇവൻ്റെ കണക്കൊക്കെ പരിശോധിച്ചപ്പോൾ വേണമെങ്കിൽ ഇവനെ സ്വർഗത്തിലോട്ട് കടത്തിവിടാം, കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവനെ വേണേൽ നരകത്തിലേക്കും വിടാം, കാരണം അങ്ങനത്തെ കുറേ കുരുത്തക്കേടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ദൂതൻ ഒരു ഓപ്ഷൻ വെച്ചു, ഇവൻ്റെ മുമ്പിൽ ഒരു കണ്ടീഷൻ വെച്ചു. 2 സാധ്യതകളും നിനക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം നിനക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എവിടെ പോകണം എന്നുള്ള, ബ്രദറെ ശബ്ദത്തിന് ഇതുകൊണ്ട് ആ ഡോറ് അങ്ങ് ചാരിയിട്ടാൽ കുഴപ്പമില്ല. എവിടെ പോകണം എന്നുള്ളത് ഇതൊരു ഭാവനയാണ്. എവിടെ പോകണം എന്നുള്ളത് നിനക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ ദൂതനോട് പറഞ്ഞു, എനിക്ക് 2 സ്ഥലം ആദ്യം ഒന്ന് കാണണം. ഓക്കെ. അപ്പോൾ ദൂതൻ പറഞ്ഞു, എവിടെ ആദ്യം സ്വർഗം കാണണം. ദൂതൻ ഈ മനുഷ്യനെ കൊണ്ട് സ്വർഗം കാണിക്കാൻ കൊണ്ടുപോയി. ഭാവനയാണ്. സ്വർഗം കാണിക്കാൻ കൊണ്ടുപോയി. ഇവൻ അവിടെ നോക്കിയപ്പോൾ കുറച്ച് വെള്ള സാരിയൊക്കെ എടുത്ത് ബ്ലൗസൊക്കെ ഇട്ട് കുറച്ച് പ്രായമുള്ള അമ്മമാരോട് ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്. വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല, വളരെ സൈലൻ്റാണ്. ആളുകൾ എണ്ണവും കുറവാണ്. ശരി, ഇനി നരകം ഒന്ന് കാണണം. നരകം കാണാൻ കൊണ്ടുപോയി. നരകത്തിൻ്റെ കിലോമീറ്ററുകൾ ഇപ്പുറത്ത് വെച്ച് തന്നെ ഇവർ ഭയങ്കര ആഹ്ലാദവും കൂക്കും വിളിയും, എന്താ പറയുന്നത്, ഇന്നത്തെ മിമിക്രിയും എന്ന് വേണ്ട ഭയങ്കര സംഭവമാണ്. ഇവനടുത്ത് നോക്കിയപ്പം ഭയങ്കര അട്ടഹാസവും ഇവൻ പറഞ്ഞു, എനിക്കിവിടെ മതി എന്ന് പറഞ്ഞു. എനിക്കിവിടെ മതി. അപ്പം ദൂതൻ പറഞ്ഞു, ചാൻസ് ഒന്നേ ഉള്ളൂ, അവിടെങ്കിൽ അവിടെ, ഇവിടെങ്കിൽ ഇവിടെ. ഇവിടെ മതിയോ? എനിക്കിവിടെ മതി. അവിടെ അത്ര വലിയ ഹാപ്പിയൊന്നുമില്ല, എനിക്കിവിടെ മതി. ശരി, ഇവിടെങ്കിലും ഇവിടെ. ദൂതൻ ഇവനെ അവിടെ ആക്കിയിട്ട് ഡോറ് എന്നേക്കുമായിട്ട് അടച്ചങ്ങ് പോയി. ഇവൻ എൻ്റെ ഉള്ളിൽ നിന്നപ്പോൾ ഒരു 4 വലിയ യമണ്ടന്മാർ, 4 പേര് വലിയൊരു തീക്കട്ട പോലെ പഴുത്തിരിക്കുന്ന ഒരു ചെമ്പും കൊണ്ട് വന്നിട്ട് ഇവനെ പിടിച്ച് ഇതിനകത്തോടെ കിട്ടും. അപ്പോൾ ഇവൻ അതിനകത്ത് കിടന്ന് കാറി, അയ്യോ ഞാനിതൊന്നും അല്ലല്ലോ കണ്ടതെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവരുടെ മറുപടി, അതെല്ലാം ഞങ്ങളുടെ പരസ്യമായിരുന്നു. ഞങ്ങൾ ഈ കാണിച്ചതൊക്കെ എന്തായിരുന്നു? ഞങ്ങളുടെ പരസ്യമായിരുന്നു. ഇതാണ് റിയൽ. ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ഈ വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും. വക്രത എന്ന് പറഞ്ഞാൽ എന്താ? വക്രത എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷ് ഡിക്ഷണറി ഞാൻ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ ഈ വക്രം എന്നുള്ള വാക്കൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ 4-5 ഇംഗ്ലീഷ് വാക്കുകൾ കണ്ടു. അത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വായിക്കുന്നത്. ഒന്നാമത് ഞാൻ കണ്ടത് ക്രൂക്കഡ്നെസ് എന്നാണ്. ക്രൂക്കഡ് എന്ന് പറഞ്ഞാൽ ഈ വളഞ്ഞ വഴി എന്നൊക്കെ നമ്മൾ പറയല്ലേ മലയാളത്തിൽ, വളഞ്ഞ വഴി. അത് ക്രൂക്കഡ് വേ എന്ന് പറയും, വളഞ്ഞ വഴി. ക്രൂക്കഡ്നെസ് ആവുന്നു. പിന്നെ ഫോഡ് നമ്മൾ സാധാരണ അവൻ വേറൊരു ഫോഡാണ് നമ്മൾ മലയാളം ഇങ്ങനെ പറയാറുണ്ട്. എന്ന് വെച്ചാൽ വെറും ഒരു എന്താ പറയുക, ഒരു വഞ്ചകനും തട്ടിപ്പുകാരനും ഒക്കെയാണെന്നുള്ള ഫോഡ്. അടുത്ത വാക്ക് ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ മുഖംമൂടി എന്ന് പറഞ്ഞാൽ മുഖംമൂടി ധരിക്കുന്ന, എന്ന് വെച്ചാൽ റിയലി ഞാൻ ഇതല്ലാതിരിക്കെ ഇതാണ് എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നതിനെയാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്. ഹിപ്പോക്രസി. പിന്നൊരു വാക്ക് ഡിസോണസ്റ്റി. പരമാർത്ഥത ഇല്ലാത്ത അവസ്ഥയാണ് എന്ത്? വക്രത. പിന്നെ ഒരു വാക്ക് ക്രൂവൽറ്റി എന്നും കണ്ടു, ക്രൂരത. ഈ വക്രത എന്നുള്ളതിൻ്റെ മലയാളം വാക്ക് കപടത എന്നാണ് അതിനകത്ത് എഴുതി ഞാൻ കണ്ടത്. അതിനേക്കാൾ വ്യത്യാസമുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനത് കണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് അന്നുള്ളവരോട് പറഞ്ഞായിരുന്നു, യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ എതിർത്ത 2 എതിർപ്പുകൾ, ഒന്ന് വിഗ്രഹാരാധനയായിരുന്നു, മറ്റത് കപടഭക്തിയായിരുന്നു. കപടഭക്തി. ഭക്തരല്ലാതിരിക്കെ ഭക്തരാണ് എന്നുള്ള രീതിയിലാണ് അക്ഷരീയ യഹൂദൻ അന്ന് ജീവിച്ചിരുന്നത്. അതിനെ യേശുക്രിസ്തു വളരെ നിശ്ചിതമായി വിമർശിച്ചായിരുന്നു. അതവിടെ നിൽക്കട്ടെ. ഈ അപ്പോസ്തലൻ നമ്മൾ വായിച്ചു ഇത്, അപ്പോസ്തലൻ പത്രോസ് എഴുന്നേറ്റ് ഇത് പ്രസംഗിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അവർ അവിടെ എല്ലാം കൂടിയിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവരനിവാഴ്ച സംസാരിച്ചു. അപ്പോൾ ഇത് പുതുവീഞ്ഞ് കുടിച്ചു വരാമെന്നൊരു കൂട്ടർ പറഞ്ഞു, അതല്ല ഇത് യോവേൽ പ്രവാചകൻ്റെ പ്രവചന നിവൃത്തിയാണെന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു. ഇങ്ങനെ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷം പത്രോസ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചിലരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർ ചോദിക്കുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എന്തോ ചെയ്യണം എന്നുള്ളൊരു ബോധ്യം അവർക്ക് കിട്ടി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തുമില്ല. അതുകൊണ്ട് അവരോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പം എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വിശദീകരണമുണ്ട്. വളരെ 99% ആളുകളും വിശ്വാസികളും വളരെ തെറ്റായി ധരിക്കുന്ന ഒരു വാക്യമാണ്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും തെറ്റി. ബൈബിൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. എന്തോ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ ഇതുവരെ ലോകത്തിൻ്റെ ഭാഗമായിരുന്ന കുറേ പേര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അപ്പോസ്തലൻ പത്രോസ് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പം ലോകത്തിൻ്റെ ഭാഗമായിരുന്ന മനുഷ്യർ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന
കാര്യമാണ് അത്. ലോകത്തിന് ബോധം വരുത്തും. ഞങ്ങൾക്ക് എന്തോ ചെയ്യാനുണ്ട്, എന്തോ ചെയ്താൽ മതിയാവും. ലോകത്തിന് ബോധം വരുത്തി. അപ്പോൾ അവർ ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിൻ്റെ മറുപടി, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് മാനസാന്തരപ്പെടണം. അങ്ങനെ അവിടെ എഴുതിക്കുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിയണം. മാനസാന്തരപ്പെടാതെയും തിരിയുന്നവരുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടും തിരിയുന്നവരുണ്ട്. മാനസാന്തരപ്പെടാതെ തിരിയാൻ പള്ളി മാറിയാൽ മതി, അല്ലെങ്കിൽ ഡ്രസ് കോഡൊന്ന് മാറിയാൽ മതി, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് മാറിയാലോ ഒക്കെ മതി. മാനസാന്തരപ്പെട്ട് തിരിയാനാണ് പത്രോസ് അവരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ. അതെന്തിനങ്ങനെ രക്ഷിക്കപ്പെടുന്നത്? കൊലോസ്യർ എഴുതാൻ വായിക്കുന്നു, 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ആണെന്ന് ഇങ്ങനെ വായിക്കുന്നു, നാം അങ്ങനെ മാനസാന്തരപ്പെട്ട് തിരിയുന്നത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടത് ഒരു ദിവസം ദൈവത്തിൻ്റെ മുൻപാകെ, അല്ല, യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ ആദാം മുതലുള്ള സകല മനുഷ്യർ നിൽക്കേണ്ടി വരും. എല്ലാ മനുഷ്യരും നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നാം എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ കൊലോസ്യർക്ക് എഴുതിയിരിക്കുന്നു, നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കണം. ദൈവത്തിൻ്റെ നമ്മളെ എല്ലാവരെ കുറിച്ച് താല്പര്യം ഏതാണ്? നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി ദൈവം മുൻപാകെ നിൽക്കണം. അതിനുവേണ്ടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വക്രതയുള്ള തലമുറയിൽ നിന്ന് മാറി നിൽക്കേണ്ടത്. വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടി മാറുന്നവരുണ്ട്, ഞാൻ അതിലേ കടക്കുന്നില്ല. ഇതിനു വേണ്ടി ആയിരിക്കണം മാറി നിൽക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, ഈ ബൈബിളിൽ ദൈവവചനം പരിശോധിക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയെന്നും പരിശുദ്ധിയെന്നും വിശുദ്ധം എന്നും ഇങ്ങനെ 2-3 വാക്കുകൾ അടുത്തടുത്തുള്ള 2-3 എന്ന് വെച്ചാൽ അർത്ഥം എല്ലാം ഏകദേശം സെയിം ആണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള 2-3 പദപ്രയോഗങ്ങളായത്. അതിലൊന്നാമത് ശുദ്ധം എന്നുള്ളതാണ്. ശുദ്ധം എന്നുള്ളതിൻ്റെ എതിർപദം അല്ല, അതിൻ്റെ അർത്ഥം ശുദ്ധം എന്ന് പറഞ്ഞാൽ നിർമ്മലം എന്ന. ശുദ്ധം, നിൻ്റെ കൈ ശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ, ആത്മീയമായിട്ട് നിൻ്റെ കൈ ശുദ്ധമാണോ എന്ന് ചോദിച്ചാൽ നിൻ്റെ കൈ വെടിപ്പുള്ളതാണോ നിർമ്മലമാണോ എന്നതിൻ്റെ അർത്ഥം ശുദ്ധം. അതിൻ്റെ എതിർപദം അശുദ്ധം എന്നാണ്. അശുദ്ധം. രണ്ടാമത്തെ ഒരു വാക്ക് അതേ അർത്ഥം ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുള്ള വാക്കാണ് വിശുദ്ധം. ശുദ്ധമെന്നും വിശുദ്ധം. വിശുദ്ധം എന്നുള്ള വാക്കിൻ്റെ എതിർപദം അശുദ്ധം എന്നല്ല. വിശുദ്ധം എന്ന വാക്കിൻ്റെ എതിർപദം സാമാന്യം എന്നാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ നമുക്ക് നോക്കണ്ടേ? നമുക്കൊരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 10 പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ലേവ്യർ 10:10. ഒന്ന് വായിക്കും ആരെങ്കിലും? ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം.
സിസ്റ്റർ മൈക്ക് ഉണ്ടെങ്കിൽ അവിടെ അതിൽ വായിക്കാൻ ഒന്നുകൂടെ കേൾക്കാമായിരുന്നു. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിന്. മതി. അപ്പോൾ അവിടെ ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വേർതിരിക്കണം. എസ്കേൽ പണത്തിൽ വാക്യമുണ്ട്. നമുക്കെല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. എന്നാൽ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നാം വിശുദ്ധരും നിഷ്കളങ്കരും ആയിത്തീരുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ അശുദ്ധി മാറ്റുക എന്നല്ല, വിശുദ്ധരായിത്തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവിക കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ മാറ്റി നിർത്തുക എന്നാണ്. നാം വിശുദ്ധരായിത്തീരുക എന്ന് പറഞ്ഞാൽ ദൈവിക കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മളെ മാറ്റി നിർത്തുന്നതാണ് വിശുദ്ധരായിത്തീരുക എന്ന് പറഞ്ഞാൽ. തെളിവ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തു ദൈവമായിരുന്നു. ഈ ഭൂമിയിൽ വന്നപ്പോഴും യേശു ക്രിസ്തു ദൈവമാണ്, അപ്പോൾ തന്നെ മനുഷ്യനുമാണ്. ദൈവം എന്നുള്ള പദവി അവിടെ പിതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്നത് സത്യമാണ്. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവമല്ലാതിരുന്നിട്ടില്ല, അപ്പോഴും ദൈവമാണ്. കാരണം ഈ രണ്ട് അവസ്ഥയിലും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ രക്ഷ പ്രവൃത്തി നടക്കത്തുള്ളായിരുന്നു. കാരണം ദൈവത്തിന് മാത്രമേ മനുഷ്യൻ്റെ പാപങ്ങളെ ക്ഷമിക്കാൻ അധികാരമുള്ളൂ, വേറൊരു മനുഷ്യനുമില്ല. യേശു ക്രിസ്തു ഭൂമിയിലാതെ പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു, കിടക്കെടുത്ത് വീട്ടിലേക്ക് പോവുക, അധികം ദോഷമായി ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അപ്പം പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നതുകൊണ്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ പാപങ്ങളെ ക്ഷമിക്കാൻ അധികാരമുണ്ടായിരുന്നു, പാപങ്ങളെ ക്ഷമിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തു ദൈവമാണ്. എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല. ദൈവത്തിന് അനേക കാര്യങ്ങൾ ദൈവത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നുണ്ട്. ഒന്നാമത് യേശു ക്രിസ്തു ദൈവം സർവ്വവ്യാപിയാണ്. ആ സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ സർവ്വവ്യാപി അല്ലാതായി തീർന്നു. എന്നുവെച്ചാൽ യേശു ക്രിസ്തുവിന് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തേക്ക് തന്നെ യാത്ര ചെയ്ത് അവിടെ എത്തണമായിരുന്നു. എന്നാൽ ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. ദൈവത്തിനൊരു സ്ഥലത്ത് നിന്ന് പുറപ്പെടാതെ തന്നെ മറ്റൊരു സ്ഥലത്ത് എത്താൻ കഴിയും. അതുകൊണ്ടാണ് ദൈവം എല്ലാ സ്ഥലത്തും ദൈവമുണ്ട്. ഇങ്ങേയറ്റം ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരു സ്ഥലവുമില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നരകത്തിലും ഉണ്ട്. ഞാൻ പറയുമ്പം ദൈവദിനം അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയും. ദൈവദിനത്തിൽ ഇല്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല. ഞാനും എനിക്ക് താല്പര്യമില്ല. ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് പോയി പാർത്താൽ അവിടെ എന്തുണ്ട്? അവിടെയും നിൻ്റെ സാന്നിധ്യമുണ്ട്, നിൻ്റെ കയ്യിൽ നിന്ന് നടത്തും. ഞാൻ പാതാളത്തിൻ്റെ കിടക്ക് വിരിച്ചാൽ എന്തുണ്ട്? അവിടെയും നീയുണ്ട്, അവിടെ നീയുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ താല്പര്യം, യേശു ക്രിസ്തു ദൈവമായി ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു ദാസനെ പോലെ, നമ്മിലൊരുവനെ പോലെ ഈ ഭൂമിയിൽ വന്നു. യേശു ക്രിസ്തു സർവ്വവ്യാപിയായിരുന്നു. പക്ഷേ ഈ ഭൂമിയിൽ വന്നപ്പോൾ അത് പരിമിതപ്പെടുത്തിയാണ് വന്നത്.
യേശുക്രിസ്തു സർവശക്തനായിരുന്നു. ദൈവം സർവശക്തനായതുകൊണ്ട് യേശുക്രിസ്തു സർവശക്തനായിരുന്നു, സർവ്വവ്യാപിയായിരുന്നു, സർവജ്ഞാനിയായിരുന്നു. ദൈവം സർവജ്ഞാനിയാണ്. ആ സർവജ്ഞാനിയായിരിക്കും ദൈവത്തോട് ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചില്ലേ, അതെപ്പോൾ സംഭവിക്കും? യേശുവിൻ്റെ മറുപടി അത് ഇന്നപ്പോൾ സംഭവിക്കുന്നതായിരുന്നോ? അല്ല. യേശു പറഞ്ഞു, എനിക്കറിയത്തില്ല, പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. യേശു ദൈവമാണെങ്കിൽ അറിയണ്ടേ? പക്ഷേ ദൈവത്തോടുള്ള സമത്വം എന്ത് ചെയ്തില്ല? മുറുകെ പിടിച്ചില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരേ സമയത്ത് തന്നെ യേശുക്രിസ്തു ദൈവമായിരുന്നു, അപ്പോൾ തന്നെ യേശുക്രിസ്തു മനുഷ്യനുമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വെക്കാതെ ആ ദൈവം എന്നുള്ള ആ ക്വാളിറ്റി അവിടെ വെച്ചിട്ട് നമ്മിൽ ഒരുവനെപ്പോലെ ഈ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോഴും യേശുക്രിസ്തു ദൈവമാണ്, അപ്പോൾ തന്നെ നമ്മളെപ്പോലെ ഒരു പരിമിതപ്പെട്ട മനുഷ്യനുമാണ് യേശുക്രിസ്തു. അപ്പോൾ നമ്മളെ ദൈവം യേശുക്രിസ്തു മുഖാന്തരം വിളിച്ചത് അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇനി ഒരു റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. 7-ാമത്തെ വാക്യം അതിൽ വായിക്കോ? റോമർ 1:7. മതി. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് എന്തിനാ? ദൈവം നമ്മൾ വിളിച്ചത് യേശുക്രിസ്തുവിന് വേണ്ടി ആണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിച്ചിട്ട് ഈ സൃഷ്ടാവ് ആയ ദൈവം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ മനുഷ്യൻ എന്ത് നന്നല്ല, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നിട്ട് എന്ത് ചെയ്തു? നീ എന്തൊരു തുണയെ അങ്ങനെയല്ല പറഞ്ഞത്. ആദാമിന് വേണമെങ്കിൽ ഒരു തുണയെ സെലക്ട് ചെയ്യാൻ വേണ്ടി, തിരഞ്ഞെടുക്കാൻ വേണ്ടി ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളെയും ആദാമിൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു. എല്ലാം കടന്നുപോയി. അവിടെ എഴുതിയിരിക്കുന്നു, എന്നിട്ടും ആദാം എന്ത് ചെയ്തില്ല? തനിക്ക് തക്കതായ ഒരു തുണയെ കണ്ടെത്തിയില്ല. ആ ആദാമിൻ്റെ മുമ്പിൽ കൂടെ കടന്നുപോയ ഏതെങ്കിലും ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയെ ആദാമിൻ്റെ തുണയായി ആദാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അത് ദൈവം അംഗീകരിക്കുമായിരുന്നു. അതെൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. കാരണം അവിടെ എഴുതിയിരിക്കുന്നു, എങ്കിലും തനിക്ക് തക്കതായ തുണയെ എന്ത് ചെയ്തില്ല? കണ്ടെത്തിയില്ല. അപ്പോൾ ദൈവം ഇങ്ങനെ കണ്ടെത്താതിരുന്നത് കൊണ്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ അവനെന്ത് ചെയ്യും? ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. അത് പുറത്തു നിന്നല്ല, നേരെ മറിച്ച് എവിടെ നിന്ന് തന്നെയാണ്? ഈ ആദാമിൽ നിന്ന് തന്നെ ഞാൻ അവൻ്റെ തുണ ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ നമ്മളെന്താ വായിച്ചു? ഇവിടെ അവനിൽ അല്ല, യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അതിലുണ്ട്, ഞാനും ഉണ്ട്, നമ്മൾ ഓരോരുത്തരും ഉണ്ട്. ഏതിലുണ്ട്? ആ തക്ക തുണയിൽ. പിതാവായ ദൈവം ആ ആദാമിന് ഒരു തുണ ഉണ്ടാക്കി കൊടുത്ത പോലെ ഈ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ചെല്ലാം ക്രോഡീകരിച്ചിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട്. മർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ മർമ്മം വലിയത്, ഞാനിത് ക്രിസ്തുവിനെയും സഭ ഉദ്ദേശിച്ചത്ര പറയുന്നത്. അപ്പോൾ ആദാമിന് യേശുക്രിസ്തു തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുത്തത് ഒരു മർമ്മമായിരുന്നു. അത് ക്രിസ്തുവിൻ്റെ ശരീരമായ നാം ഓരോരുത്തരുമാണ്. നാം ഓരോരുത്തരും യേശുക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ അവയവങ്ങളെല്ലാം കൂടെ ക്രമാനുഗതമായി കൂടിച്ചേരുന്നതാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുണ്ട്? നിങ്ങൾ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും ഇതിലുണ്ട്, അതിലുണ്ട്. അപ്പം ഇങ്ങനെ
യേശുക്രിസ്തുവിനായി നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഈ ലോകത്തിലെ താല്പര്യം ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരാഹ്വാനം, ഒരു വിളി, ഒരു നിർബന്ധം ദൈവം നമ്മുടെ മേൽ വെക്കാൻ താല്പര്യപ്പെടുന്നു. നമ്മൾ ഈ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞില്ല, കല്ലുകളെക്കുറിച്ച്. കല്ലുകളാണ് ഇങ്ങനെ ബിൽഡിങ് പണിയുന്നത്, കല്ലുകൾ വെച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു കല്ല് മറ്റൊരു കല്ലിൻ്റെ, ഒരു കരിങ്കല്ല് തന്നെ ആയിക്കോട്ടെ, അല്ലെ വെട്ടുകല്ലായിക്കോട്ടെ, ആ കരിങ്കല്ലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ കല്ല് പണിയാൻ വേണ്ടിയുള്ള വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ മാറ്റിയ കല്ല് ആ വലിയ കല്ലിനോട് ചേരാൻ പറ്റത്തില്ല. ഏത് കല്ലിൽ നിന്നാണോ ഈ കല്ല് മുറിച്ചെടുത്തത്, ആ കല്ലിലേക്ക് ഇനി പഴയപടി ചേരാൻ ഈ കല്ലിന് പറ്റത്തില്ല. കാരണം എത്ര ഒട്ടിയിരുന്നാലും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ചെറിയ വ്യത്യാസം ഉണ്ടാവും. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടവരായി ജീവിക്കണം എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് വേർപെടുക എന്ന് പറഞ്ഞാൽ ഈ എർത്തിൽ നിന്ന് വേർപെടുക എന്നല്ല, ഈ വേൾഡിൽ നിന്ന് വേർപെടുകയാണ്. ഈ എർത്ത് എന്ന് പറയുന്നത് ഒരു കാര്യം, വേൾഡ് എന്ന് പറയുന്നത് വേറൊരു കാര്യം. നമുക്കറിയാമെന്ന് ഞാൻ ധരിക്കുന്നു. വേൾഡ് എന്ന് പറഞ്ഞാൽ, ലോകം എന്ന് പറഞ്ഞാൽ പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യവസ്ഥിതിയാണ് ലോകമെന്ന് പറയുന്നത്, വേൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോകത്തിൽ നിന്ന്, പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ആ ലോകത്തിൽ നിന്ന് നാം വേർപെട്ടിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വക്രതയും കോട്ടമുള്ള ഈ തലമുറയിൽ നിന്ന് നാം എന്ത് ചെയ്യണം? നാം രക്ഷിക്കപ്പെടണം. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി തന്നെ വായിക്കുന്നത്, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എന്ത് ചെയ്തു? ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെടണം. എവിടുന്ന് രക്ഷിക്കപ്പെടണം? ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഈ തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുക അല്ലെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല, അല്ലല്ലോ, നമുക്കറിയാം. പക്ഷേ ഈ ലോകത്തിന്, ഈ വേൾഡിനൊരു വ്യവസ്ഥിതിയുണ്ട്. ഈ വ്യവസ്ഥിതിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നവരായിത്തീരണം. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ദൈവത്തിൻ്റെ വ്യവസ്ഥിതിക്ക് ഓപ്പോസിറ്റ്, എതിരായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ഒരു ആവറേജ് മനുഷ്യൻ്റെ താല്പര്യം എങ്ങനെങ്കിലും ഈ ഭൂമിയിൽ കുറച്ച് കാലം കൂടെ മുന്നോട്ട് ജീവിക്കണം എന്നുള്ളതാണ്. നമുക്ക് മാരകമായൊരു അസുഖം വന്നെന്ന് വിചാരിക്കുക. എനിക്ക് വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം എനിക്ക് സിവിയർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഏകദേശം മരണത്തോടടുത്ത് പോയി. ഡോക്ടറെ വിളിച്ച് എൻ്റെ മോനോട് പറഞ്ഞു, ഇന്ന മാതിരിയാണ്, സാധ്യത വളരെ കുറവാണ്. അതിനേക്ക് ഒരു 8 വർഷത്തിനപ്പുറത്താണ്. പക്ഷേ ദൈവം പിന്നെയും ഇന്നും ജീവിക്കാൻ ദൈവം എന്നെ അനുവദിച്ചു. അതിൻ്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, ഞാനിതുവരെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം എനിക്ക് പിന്നെ സമയം നീട്ടിത്തന്നതാണ്. പക്ഷേ നമ്മുടെയൊക്കെ സാധാരണ മനുഷ്യൻ്റെ താല്പര്യം എങ്ങനെയെങ്കിലും ഈ ലോകത്തിൽ കുറച്ച് കാലം കൂടെ ജീവിക്കണം എന്നുള്ളതാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു കാര്യം സങ്കല്പിക്കുക. ഒരു ഭാര്യ 2 വർഷമായി നേഴ്സിംഗ് ജോലിയായിട്ട് കുവൈറ്റിലാണ്. സങ്കല്പിക്കുക. ഭർത്താവ് ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ കൂടരഞ്ഞില്ല, അല്ലെങ്കിൽ നെല്ലിപ്പല്ല. അവൾ നാട്ടിൽ വരാനുള്ള ടിക്കറ്റൊക്കെ ശരിയായി, 2 മാസം അവധിയൊക്കെ ആയി, വിസയൊക്കെ 2 മാസം കഴിഞ്ഞ് ചെന്നാൽ മതി, വിസയൊക്കെ അടിച്ച് കൊടുത്തു, ടിക്കറ്റൊക്കെ റെഡിയായി. എയർപോർട്ടിൽ വരുവാണ്. എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഒരു
അനൗൺസ്മെൻറ്റ് പറയുക. അനൗൺസ്മെൻറ്റ് ഇതാ: നെടുമ്പാശ്ശേരിക്കുള്ള അല്ലെ കരിപ്പൂരില്ല ഉള്ള വിമാനം അതിൻ്റെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ മാറ്റി വച്ചിരിക്കുന്നു. ഇന്ന് അതില്ല, ഇനി അടുത്ത ആഴ്ച ഈ ദിവസമേ ഉള്ളൂ എന്ന് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കാമെന്ന് വിചാരിക്കുക. ഈ ഭാര്യയുടെ മനോവികാരം എന്തായിരിക്കും? ഓ, കൈയൊക്കെ കൊട്ടി 2 ചാട്ടമൊക്കെ ചാടി, ഓ എന്തായാലും പോകാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ ആയിരിക്കുമോ? അതോ അയ്യോ എത്ര പ്രതീക്ഷിച്ചിരുന്ന അങ്ങൊന്ന് എത്താൻ വേണ്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭർത്താവുണ്ടല്ലോ, കുഞ്ഞുങ്ങളുണ്ടല്ലോ, അങ്ങനെ ആയിരിക്കുമോ? 2 വിധത്തിൽ സാധ്യതകളുണ്ട്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ മരണം എന്നുള്ളത് സത്യമാണ്, നമുക്കെല്ലാം അറിയാം. മരണത്തെക്കുറിച്ചുള്ള ഭീതി നമുക്കുണ്ടെങ്കിൽ, ഭയമുണ്ടെങ്കിൽ, നമ്മൾ ഏത് കൂട്ടത്തിലാണ് നമ്മളെ തന്നെ പരിശോധിക്കുക. അതല്ല, ക്രൂശിൽ കിടന്ന കള്ളനെ സങ്കല്പിക്കുക. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഒരുത്തനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. പിന്നെ ആ കള്ളന് മരിക്കാൻ വല്ല അങ്കലാപ്പിൻ്റെ ആവശ്യമുണ്ടോ? മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? യേശുവിനോട് കൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഉറപ്പ് ഇല്ല എങ്കിൽ നമ്മളെല്ലാവരും മരണത്തെ ഭയക്കുന്നവരായിരിക്കും. അപ്പം ദൈവം നമ്മളെ വിളിച്ചത് ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ആഹ്വാനം പത്രോസ് അപ്പോസ്തലൻ കൊടുത്തത് ഈ ലോകത്തിൽ എങ്ങനെ കുറേ കൂടെ ഇങ്ങനെ ജീവിച്ചിട്ട് അല്ല, അതിനു വേണ്ടിയല്ല. നേരെ മറിച്ച് നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി ദൈവസന്നിധിയിൽ നമ്മളെ നിർത്താൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് ക്രിസ്ത്യൻ കോണത്തിൽ ശതമാനക്കണക്കൊന്നും ഞാൻ പറയുന്നില്ല, അധിക ക്രിസ്ത്യാനികളും തെറ്റായി ധരിച്ചിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവനുണ്ട് എങ്കിൽ അവൻ അന്യഭാഷ സംസാരിക്കുന്ന. ദൈവവചനത്തിൽ ഒരു സ്ഥലത്തും അതിനൊരു തെളിവ് ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടുമില്ല. അങ്ങനല്ല. പക്ഷെ ഒരു കാര്യം സത്യമാണ്, അത് ഞാൻ അടിവരയിട്ട് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആ കാര്യം ഇതാണ്: ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുവനിലുണ്ടെങ്കിൽ എല്ലാ നാഴിക തോറും അവൻ്റെ ഹൃദയത്തിൽ ഒരു ഞരക്കം ഉണ്ടാവും, അവൻ്റെ ഉള്ളിലൊരു ഞരക്കം ഉണ്ടാവും. റോമർ 8:28-29 ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഞരക്കം എന്ന് പറയുന്നത് എന്തിനുള്ള ഞരക്കമാണ്? ഈ ശരീരം എപ്പോഴാണ് രൂപാന്തരപ്പെടുന്നത്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനായ പുത്രത്തിൻ്റെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ ഒരു ഞരക്കം ഇല്ലാത്ത ആത്മാവ് ഒന്നും ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവാണ് എന്ന് വിശ്വസിക്കാൻ ബൈബിളിൽ ഇതുവരെ വാക്യങ്ങളൊന്നും ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു ഞരക്കം എൻ്റെ ഉള്ളിലില്ല എങ്കിൽ, ഇതിനുവേണ്ടിയുള്ള വാഞ്ച എൻ്റെ ഉള്ളിലില്ല എങ്കിൽ, എങ്ങനെയും കുറേ കൂടെ ഇവിടെ പിടിച്ചു നിൽക്കാനാ ഈ ആത്മാവിനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്നുള്ളൊരു മോചനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തള്ളൽ തരുന്നതെങ്കിൽ, ഒരിക്കൽ കൂടെ അത് പരിശോധിക്കുന്നത്, അങ്ങനെയുള്ളവരത് പരിശോധിക്കുന്നത് നല്ലതായി. നമ്മളാരും അങ്ങനെ ഇല്ലയെന്ന് ഞാൻ ധരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വക്രതയുള്ള തലമുറയിൽ രക്ഷിക്കപ്പെടുവീൻ എന്ന് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു. ഈ ലോകത്തിൻ്റെ താല്പര്യം നമ്മളിൽ ഉണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ ലോകത്തിൽ താല്പര്യം നമുക്കുണ്ടോ? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഈ ഒഴുക്കിനനുസരിച്ച് ഒഴുകാനുള്ള ഒരു വെമ്പൽ നമ്മുടെ ഉള്ളിൽ ഏത് ചെറിയ കാര്യത്തിനും ഉണ്ടാവും, വലിയ കാര്യത്തിനുണ്ടാവും. ഈ നമ്മൾ
ഒത്തിരി മാറ്റങ്ങൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഒത്തിരി ഒരു 50 കൊല്ലം മുമ്പുള്ള കാര്യമൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ഈ ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളും അറിയാതെ ഒഴുകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിലിങ്ങനെ പല കാര്യം ഇങ്ങനത്തെ കാര്യം സംസാരിച്ചപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ ഈ ഫ്യൂണറൽ കഴിഞ്ഞാൽ ആ കുഴിമാടത്തിൻ്റെ ഒരു 10-15 മീറ്റർ അകലെ എന്താ പറയുക, ഈ ടീ ഷോപ്പുകാർ ചായക്കടക്കാരൻ ഒരു ചായയും കാപ്പിയും സ്നാക്സും ഒക്കെ കൊണ്ടുവെക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ അത് തെറ്റോ ശരിയോ എന്നല്ല ഞാൻ പറയുന്നത്. ഏറ്റവും ലളിതമായ നിസ്സാരമായ എന്ന് നമ്മൾ തോന്നുന്നൊരു കാര്യം പോലും ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളും ഒഴുകുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയശോധന ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നൊരു 50 കൊല്ലം എൻ്റെ പിതാവ് മരിച്ചിട്ട് 44 കൊല്ലമായി. ഞങ്ങൾക്കങ്ങനെ ചെയ്യാൻ അന്ന് അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല, ഞങ്ങൾ ചെയ്തിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയോ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത് ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടണം, മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ഈ തലമുറ ഈ തലമുറ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് ഈ തലമുറ പോകുന്നത് എന്നുള്ള സത്യമായ ഒരു കാര്യം പരിശുദ്ധാത്മാവിന് അറിയാവുന്നത് കൊണ്ട് ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, നമ്മൾ മാറി നിൽക്കണം, ഞാൻ മാറി നിൽക്കണം, നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കണം. ഈ തലമുറ എങ്ങനെയാണ്? ആ തലമുറയെ മൊത്തമായി നന്നാക്കാൻ വേണ്ടിയല്ല അപ്പോസ്തലൻ പത്രോസ് പറയുന്നത്, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കണം. ആ വക്രത എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു 4-5 ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ വക്രത ഉള്ള തലമുറ എന്ന് പറയുമ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അക്ഷരിക ഇസ്രായേലിനോട് ചോദിച്ചാൽ അവരും ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. അല്ലെങ്കിൽ അവർ കൃത്യമായിട്ടും എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ യെരുശലേമിൽ പോകുന്നവരായിരുന്നു. വെള്ളിയാഴ്ച വൈകുമ്പോഴത്തേക്ക് തന്നെ അവരുടെ വീട്ടിൽ വല്ല മോരോ തൈരോ ഈവൻ ബ്രെഡോ ഇങ്ങനെ പൊളിച്ച് എന്തെങ്കിലും എടുത്ത് ദൂരെ കളയുമായിരുന്നു. വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ ഇതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ശേഷം ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെങ്ങനെ ആയിരിക്കുന്നുവെന്ന് നമ്മളെ തന്നെ പരിശോധിക്കുന്നത് ആവശ്യമാണ്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നാം ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ അവിടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെ ചിന്തകളിലേക്കും സ്വാധീനങ്ങളിലേക്കും ആയിപ്പോവും. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ മോനായിരിക്കുന്ന ഇസാക്കിന് വേണ്ടി ഒരു സ്ത്രീയെ, ഒരു കന്യകയെ വിവാഹം കഴിക്കാൻ വേണ്ടി അബ്രഹാമിന് വിശ്വസ്തദാസനായിരുന്ന ഏലിയാസിനെ പറഞ്ഞു വിടുന്നു. ഏലിയാസിൻ്റെ താല്പര്യപ്രകാരം അല്ല, ദൈവത്തിൻ്റെ താല്പര്യപ്രകാരം ഏലിയാസിൻ്റെ ഹൃദയത്തിൽ തോന്നിച്ച പ്രകാരം ഒരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടിയോട് വിവാഹമെല്ലാം ഉറപ്പിച്ചു. ആ പെൺകുട്ടിയെക്കുറിച്ച് ആ വീട്ടുകാർ ഈ അബ്രഹാമിൻ്റെ ദാസനോട് പറയുന്ന കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ബാല ഒരു 10 ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഏലിയാസിന് പറയുന്നത്, അയ്യോ അങ്ങനെ പറയരുത്, എൻ്റെ യജമാൻ്റെ അടുത്ത് എനിക്ക് വേഗം പോകാനുണ്ട്, നിങ്ങളെ താമസിപ്പിക്കരുത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ആശയത്തിൽ എത്തുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് നമുക്കൊരു പണി ചെയ്യാം. എന്തു ചെയ്യാം? ഈ പെങ്കൊച്ചിനോടൊന്ന് ചോദിച്ചു നോക്കാം. അവളോട് ചോദിച്ചു, നീ പുരുഷൻ്റെ കൂടെ പോവാണോ? അവൾ പറഞ്ഞു, ഒരു സംശയമില്ല. അവൾ പറഞ്ഞു, എന്താ, ഞാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞൊരു താല്പര്യം, ഇങ്ങനത്തെ ഒരു മനോഭാവം നമ്മളിൽ വളരാൻ വേണ്ടിയാണ് ഈ തലമുറയിൽ നിന്ന് നാം മാറി നിൽക്കേണ്ട ആവശ്യം. ഞാനിത് പറഞ്ഞത് സഹോദരന്മാർ, ഇന്ന് ഈ വേർപാട് എന്നുള്ള ഒരു ഉപദേശം, ഒരു കാര്യം വളരെ അപൂർവമായിട്ട് നമുക്ക്
കേൾക്കാൻ കഴിയുന്നുള്ളൂ. വേർപാട്. ഇപ്പോൾ ഒരു വേർപാടുമില്ല, എല്ലാം ഒരേ ഒഴുക്കിനനുസരിച്ച് ഒഴുകുന്ന ഒരു രീതി. അതിൽ നിന്ന് നമ്മളെല്ലാം ഒരു 100 പേര്, നമ്മൾ ഞായറാഴ്ച 100 വീടുകളിൽ 100 പേര് പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ സൺഡേ മീറ്റിംഗ് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ പേര് RC ചർച്ചിൽ പോകുന്നു, കുറേ പേര് മർത്തോമ, ഇങ്ങനെ വ്യത്യാസം എന്നല്ലാതെ കാര്യമായ പ്രകടമായ വ്യത്യാസങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ വ്യത്യാസങ്ങളും ഈ അങ്ങനത്തെ അല്ല. ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിയിൽ, ജീവിതത്തിൽ നമുക്ക് വ്യത്യാസം വേണം എന്നാണ് പത്രോസ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് മാറി നിൽക്കണം. എത്രയോ ഉദാഹരണങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നാം മാറി നിൽക്കണം. ഇല്ലെങ്കിൽ ഈ തലമുറയിൽ അവരെപ്പോലെ തന്നെ നാമും പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമുക്ക് സ്വയശോധന ചെയ്തിട്ട് അങ്ങനല്ല എങ്കിൽ, ഈ തലമുറയിൽ ഈ ഒഴുക്കിനനുസരിച്ചാണ് നമ്മൾ ഒഴുകുന്നതെങ്കിൽ, നമുക്ക് അതിൽ നിന്ന് മാറി നിന്നേ മതിയാവൂ, മാറി നിൽക്കണം. അതിനുവേണ്ടി ഉള്ള എല്ലാ സാധ്യതകളും ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കൂട്ടത്തിലാണ് ഞാനും നമ്മൾ ഓരോരുത്തരും വന്നെത്തിയിരിക്കുന്നത്. ഈ തലമുറയ്ക്ക് അനുസൃതമായി ഒഴുകാതെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിനനുസരിച്ച് ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് ഭാഗ്യവശാൽ നാം എല്ലാവരും വന്നു ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ത്വര, ഒരു താല്പര്യം ഈ തലമുറയിൽ നിന്ന് മാറി നിൽക്കണം. ഈ വക്രതയുള്ള തലമുറ ജീവിക്കുന്ന പോലെ എനിക്ക് ജീവിക്കാൻ പാടില്ല, പറ്റത്തില്ല. ഞാനൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു സംഭവം, കഥയല്ല, ഇമാജിനേഷൻ, ഭാവനയല്ല, ഒരു സംഭവം. സൗദി മിനിസ്ട്രിയിലേക്ക് നേഴ്സിങ്ങിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. അതിനകത്ത് കുറേ പിള്ളേരൊക്കെ പങ്കെടുത്തു. പല പിള്ളേരും ജയിച്ചു. റിട്ടൺ എക്സാമിനേഷൻ ജയിച്ചു. ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ശാരീരയോഗ്യതയുടെ പരിശോധന വന്നപ്പോൾ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്തപ്പോൾ നല്ല മാർക്കോടെ പാസ്സായ ഒരു വിശ്വാസി കൊച്ച്, അവളുടെ ചെസ്റ്റിൻ്റെ എക്സ്റേ പരിശോധിച്ചപ്പോൾ എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ട്. ആ കൊച്ചിൻ്റെ പേപ്പർ മാറ്റി വെച്ചിട്ട് ഈ സെലക്ഷൻ നടക്കുന്നവർ ഈ കൊച്ചിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ ചെസ്റ്റിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷെ ഞങ്ങളത് പരിഹരിക്കാം. എങ്ങനെ പരിഹരിക്കുന്നതിന് ഇത്ര 1000 രൂപ നിങ്ങൾ തരുവാണെങ്കിൽ ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പരിഹരിക്കും? ഒരു തകരാറും ഇല്ലാത്ത ചെസ്റ്റിൻ്റെ എക്സ്റേ ഉള്ള ഒരു കൊച്ചിൻ്റെ എക്സ്റേ ഈ അപേക്ഷയിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഡിഫക്റ്റുള്ള ഈ എക്സ്റേ മറ്റേ കൊച്ചിൻ്റെ അപേക്ഷയിൽ ഞങ്ങൾ പ്രിൻ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആര് തള്ളപ്പെടും? തകരാറുള്ള കൊച്ച് തള്ളപ്പെടത്തില്ല, തകരാറില്ലാത്ത കൊച്ച് തള്ളപ്പെടും. അപ്പോൾ ഈ കൊച്ചിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വേണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു വിശദീകരണം ഞാൻ എൻ്റെ വ്യക്തിപരമായി എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് എന്നോട് ഈ സംഭവം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് നാം മാറി നിൽക്കണം എന്നുള്ളതിനെ പ്രബോധിപ്പിക്കാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞതാണ്. അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനായിരുന്നു. ആ കൊച്ചിൻ്റെ മാതാപിതാക്കളും ആ കൊച്ചും